നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് എന്നൊരു സിസ്റ്റത്തെ എങ്ങനെയോ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് അറ്റൻഡൻസ് മാനേജ്മെൻറ്റിന് വേണ്ടി പല മെത്തേഡ്സും പല സ്ഥാപനങ്ങളും നടത്തി പോകുന്നുണ്ട്. ബുക്ക് കീപ്പ് ചെയ്യുക, അറ്റൻഡൻസ് ഡിവൈസുകൾ ബയോമെട്രിക് മറ്റേ കാർഡ് ബേസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ CCTV നോക്കിക്കിട്ട് ആളുടെ അറ്റൻഡൻസ് മാനേജ് ചെയ്ത് പോവുക, പല പല മെത്തേഡ്സ്. ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയക്ക് അകത്ത് വന്ന് നിൽക്കുന്ന പഞ്ച് ചെയ്യുന്നവർക്കാണ് ആ ഒരു ബെനിഫിറ്റ് ഉള്ളത്. എന്നാൽ ഒരാൾ പുറത്ത് പോയി പഞ്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലോ, ആൾ എവിടെയാണ് പോയിക്കുന്നത്? നമ്മുടെ സെയിൽസ് സ്റ്റാഫ്, ഡ്രൈവേഴ്സ്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിന് വേണ്ടി വിടുന്ന കുട്ടികൾ, എംപ്ലോയീസ്, അവർ സൈറ്റിൽ ചെന്നതിന് ശേഷം എപ്പോൾ എത്തി, എപ്പോൾ ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ മോണിറ്റർ ചെയ്യും? അതിനൊരു സൊല്യൂഷനാണ് ഒരു ക്ലൗഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് ഫുള്ളായിട്ടൊരു ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് ഡാറ്റ ഫീഡ് ചെയ്യുന്ന സിസ്റ്റം. അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഫീച്ചറാണ് ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് മാത്രമേ ആൾക്ക് പഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മൊബൈൽ ബേസ്ഡ് ആണ് കേട്ടോ. അതിനൊരു ബയോമെട്രിക്കോ ഫേസ് റീഡേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഓർ ഐഫോൺ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് അതിലൊരു യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ആൾ ഫേസിൽ സെൽഫി എടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഈ സെൽഫിക്ക് പകരമായിട്ട് ആൾ നിൽക്കുന്ന, ഇപ്പോൾ സെയിൽസ് സ്റ്റാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളിപ്പോൾ എവിടെയാണ് നിൽക്കണതെന്നുള്ളതിൻ്റെ കാർഡോ ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയോ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. പക്ഷേ ഓൾറെഡി അതിൻ്റെ ലൊക്കേഷനായിട്ട് അത് പിൻ ചെയ്തിട്ടായിരിക്കും ആ ഇമേജ് പാസ്സാവുന്നത്. എന്നിട്ട് അതിൻ്റെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അയാൾ അപ്രൂവ് ചെയ്താലാണ് ആ അറ്റൻഡൻസ് മാനേജ് ആകുള്ളൂ. അത് ജിയോ ഫെൻസിങ് അല്ലാത്ത ലൊക്കേഷനിൽ. ഇപ്പോൾ ജിയോ ഫെൻസിങ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ റേഡിയസിൽ ആൾ വന്നാൽ മാത്രമേ ആൾക്ക് പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ വഴി. ആ ഒരു സിസ്റ്റത്തെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നോക്കാം. ഡാഷ്ബോർഡിൽ എംപ്ലോയീസ് എന്നുള്ള ടാബ് എടുത്തിട്ട് അതിൽ എൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഒരു യൂസറെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ടാണ്. എൻ്റെ പേര് തന്നെ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അതിൽ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുവാണ്. അതിനുവേണ്ടി താഴെയായിട്ട് ഈ വരുന്ന ഓപ്പൺ ആയ വിൻഡോയിൽ താഴെയായിട്ട് അപ്ഡേറ്റ് എന്നുള്ള ഒരു ബ്ലൂ ലിങ്കിൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വൺസ് യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ മൊബൈൽ ഫോണിൽ എൻ്റെ ഡെസ്ക് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ടൈം പാക്ക് ലൈറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഇത് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡും ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ലോഗിൻ ആകുമ്പോൾ സക്സസ് എന്നുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം സെലക്ഷൻ അറ്റൻഡൻസ് ടാബ് ഇന്നാണ് ഔട്ടാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സെൽഫി എടുക്കുക, സബ്മിറ്റ് ചെയ്യുക. വൺസ് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാർക്ക് അറ്റൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അറ്റൻഡൻസ് സക്സസ് ആയതായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ഇതിൽ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നതാണ്. ആദ്യത്തെ കൺസിഡർ ചെയ്യേണ്ട, അത് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതിൽ രണ്ടാമത്തേൽ നോക്കുവാണെങ്കിൽ എൻ്റെ ലൊക്കേഷൻ, എൻ്റെ ഇമേജ്, ഞാൻ എടുത്ത സെൽഫി, കാര്യങ്ങളെല്ലാം അതിൽ വരും. ഞാനിപ്പോൾ ക്ലമശ്ശേരിയിലാണ്. ഞാൻ അതിൽ ഒരു ലാറ്റിറ്റ്യൂഡും ലോട്ടിറ്റ്യൂഡും ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അത് വേറെ ആവശ്യത്തിന് വേണ്ടിയാണ്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. അത് നോട്ട് ചെയ്ത് നോക്കുവാണ്. ഞാനിപ്പോൾ കളമശ്ശേരിയിൽ നിൽക്കുന്നതാണ്. കളമശ്ശേരി TVS ജംഗ്ഷൻ എന്നുള്ള സ്ഥലമാണ്, അത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഇമേജ്, ഞാൻ എടുത്ത സെൽഫി കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിൽ വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെൽഫി ഇവിടെ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്, ജിയോ ഫെൻസിങ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാനിവിടെ എൻ്റെ ഒരു ലൊക്കേഷൻ മാപ്പ് ചെയ്തിടുവാണ്. എനിക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് മാപ്പ് ചെയ്തിടാൻ പറ്റും. ഞാൻ എൻ്റെ കമ്പനിയുടെ പേര് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൽ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഞാൻ നേരത്തെ എടുത്ത കോപ്പി ചെയ്ത് വെച്ച ആ ഒരു ലൊക്കേഷൻ, അതിൻ്റെ ലാറ്റിറ്റ്യൂഡും കോപ്പി ചെയ്തു, ലോങ്ങിറ്റ്യൂഡും കോപ്പി ചെയ്തു. എന്നിട്ട് അതല്ല രണ്ടും പേസ്റ്റ് ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ട് ഒരു 30 മീറ്റർ റേഡിയസും കൊടുത്തു. അത് സക്സസ് ചെയ്തു. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എംപ്ലോയീസിൽ പോയിട്ട് എൻ്റെ ജിയോ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. എൻ്റെ ജിയോ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ലൊക്കേഷനിൽ നിന്ന് മാത്രമേ മൊബൈൽ വഴി പഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ, അത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. മൊബൈൽ വഴി ഒന്നുകൂടി നമുക്ക് പഞ്ച് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു.
അതിൽ മാർക്ക് അറ്റൻഡൻസിലുള്ള ടാബ് എടുത്തു. ഇന്നിനെ ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്തു. ടേക്ക് പിക്ചർ എടുത്തു. എൻ്റെ സെൽഫി എടുത്തു. അതിനുശേഷം സബ്മിറ്റ് അറ്റൻഡൻസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്തു. സക്സസ്. ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഡാഷ്ബോർഡിലേക്ക് തന്നെ പോകാം. ഡിവൈസ് മാനേജ്മെൻറ്റിൽ എംപ്ലോയി മാനുവൽ ലോഗ്, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ആ ജിയോ ലൊക്കേഷനിൽ ജിയോ ഫെൻസിങ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഞാൻ നിന്ന ലൊക്കേഷനിൽ നിന്ന് എനിക്ക് അസൈൻ ചെയ്ത ലൊക്കേഷനിൽ നിന്ന് പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് അത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പഴയതുപോലെ തന്നെ എൻ്റെ ഇമേജും കാണിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിലേക്ക് പോയപ്പോൾ പ്രസൻറ്റ് എംപ്ലോയീസ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാളെ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ഞാൻ രാവിലെ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ്, ഞാൻ എന്നെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്സസിൽ മറ്റുള്ള സ്റ്റാഫുകൾ എന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും എനിക്ക് ലോഗിൻ ചെയ്യാൻ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലോഗിൻ ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു രീതിക്ക് ഞാൻ സെറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനാണ് അതിൻ്റെ മാനേജ് ചെയ്യേണ്ട ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ വഴി ആരൊക്കെ ഏതൊക്കെ സമയത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനോ HR-നോ മൊബൈൽ വഴി ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അപ്ഡേഷൻ മൊബൈൽ വഴി തന്നെ കിട്ടും. ഞാൻ ഒന്നും കൂടി ലോഗിൻ ചെയ്യുവാണ്. പഴയ ലോഗിനാണ്. ഞാനൊന്ന് ബാക്ക് വന്നിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്തു. ഞാൻ ഇപ്പോഴാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്സസ് സെറ്റ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ ഇത്രയും ഓപ്ഷനേ ഉള്ളൂ. ജസ്റ്റും കൂടി ഒന്ന് ബാക്ക് വരുവാണ്. ഒന്നുകൂടി റീലോഗിൻ ചെയ്തപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നു. അതിൽ എനിക്ക് അറ്റൻഡൻസ് റെക്കോർഡ്സ്, മറ്റുള്ളവരുടെ അറ്റൻഡൻസ് റെക്കോർഡ്സ് എൻ്റെ ഇതിൽ കാണാൻ പറ്റില്ല. എൻ്റെ കീഴിൽ ആരെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കീഴിൽ മീൻസ് ഞാനിപ്പോൾ എനിക്ക് ആരുടെയൊക്കെ അറ്റൻഡൻസ് ആക്സസ് ചെയ്യണോ അവരുടെ എല്ലാം അറ്റൻഡൻസ് ഡാറ്റേഴ്സ്, അവർ വന്ന സമയം, പോയ സമയം, അല്ലെങ്കിൽ ലോഗ്സ് മൊബൈൽ വഴി പഞ്ച് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ആപ്ലിക്കേഷൻ വഴി മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു റിപ്പോർട്ട് ജനറേഷൻ എന്നുള്ള രീതിയിൽ നോക്കരുത്. നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ കൂടി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനോ അറ്റൻഡൻസ് റിപ്പോർട്ട് എടുക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. ഇനി ഞാനൊരു അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ വേറൊരു നമ്മുടെ സബോർഡിനേറ്റ് ആൾ പഞ്ച് ചെയ്ത ലൊക്കേഷൻ ഡീറ്റെയിൽ ഞാൻ എടുക്കുവാണ്. ജസ്റ്റ് കോപ്പി ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നോട്ട് പാഡിലേക്ക് എടുത്തിടുന്നു. കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പഞ്ച് ചെയ്തിട്ട് അവരുടെ ലൊക്കേഷൻ ഇതുവഴി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ജിയോ ഫെൻസിങ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് ഡാറ്റ കോപ്പി ചെയ്ത് നോട്ട് പാഡിലേക്ക് ഇടുവാണ്. ഓക്കെ, ഇനി ജിയോ ഫെൻസിങ്ങിൽ പോയിട്ട് ഞാനതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കളമശ്ശേരിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് മാറ്റി വേണം, എനിക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ കൊടുക്കാം. പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് മാറ്റിക്കൊണ്ട്, ഇപ്പോൾ ഇത് ട്രിവാൻഡ്രം ലൊക്കേഷനാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ട്രിവാൻഡ്രത്തായിരുന്നു ഒന്ന് പഞ്ച് ചെയ്തത് ഇതോട്ട്. അപ്പോൾ ട്രിവാൻഡ്രം ലൊക്കേഷൻ പഞ്ച് ചെയ്തതിന് ശേഷം ഞാനത് സേവ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിനി ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എനിക്ക് പഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഞാനിപ്പോൾ എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വേറെ ലൊക്കേഷനാണ്, ഞാൻ നിൽക്കുന്നത് വേറെ ലൊക്കേഷനിലാണ്. ഞാൻ മാർക്ക് അറ്റൻഡൻസ് കൊടുക്കുന്നു. എൻ്റെ ഇൻ ആൻഡ് ഔട്ട് ആണെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇമേജ് സെലക്ട് ചെയ്യുന്നു. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം. GPS റേഞ്ച് പുറത്താണെന്നാണ് കാണിക്കുന്നത്. എനിക്ക് പഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതാണ് ജിയോ ഫെൻസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. ഈ വീഡിയോയ്ക്കുള്ളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ബേസിൽ ആൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമേ ആൾക്ക് പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കും പഞ്ച് ചെയ്യാം. അപ്പോൾ ജിയോ ഫെൻസിങ് കോൺസെപ്റ്റിലേക്ക് ആളെ ആഡ് ചെയ്യാതിരുന്നാൽ മതി, ആൾക്ക് എവിടെ വേണമെങ്കിലും പഞ്ച് ചെയ്യാം. ആളുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ മാനുവലി അപ്രൂവ് ചെയ്യേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എവിടെ വീട്ടിലിരുന്ന് വേണമെങ്കിലും പഞ്ച് ചെയ്യാമല്ലോ. ദാറ്റ് മീൻസ് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു എംപ്ലോയർക്കോ അതല്ലെങ്കിൽ എംപ്ലോയർ അസൈൻ ചെയ്തിരിക്കുന്ന HR അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് അസൈൻ ചെയ്ത് അവർ ഈ ആളിനെ അസൈൻ ചെയ്താലോ അപ്രൂവ് ചെയ്താലോ മാത്രമാണ് ആൾക്ക് പഞ്ചിങ് എനേബിൾ ആവുകയുള്ളൂ. നമുക്ക് അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ
ഇതിന് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ആ ഒരു ക്ലൗഡ് സിസ്റ്റം ശരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ഒരു വർഷത്തേക്ക് ഒരു നിശ്ചിത എമൗണ്ട് അതിൽ ചാർജ് വരുന്നുണ്ട്. പക്ഷേ ഒരു ബയോമെട്രിക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണത്. ദാറ്റ് മീൻസ് ബയോമെട്രിക് ആണ് എപ്പോഴും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. ഞാൻ ആ ഒരു സൊല്യൂഷനെ തള്ളി പറയുന്നതല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ 1-2 സ്റ്റാഫുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റാഫുകൾ പലതാണ്, ഓരോ സ്ഥലങ്ങളിലും 1-2 ആളുകളും ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ള സിനാരിയോസിലൊക്കെ നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു 13 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. കളമശ്ശേരിയാണ് ബേസ്, കൊച്ചിൻ കളമശ്ശേരിയിലാണ് ബേസ്. പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് കൊടുക്കുന്നുണ്ട്. അവൻ അബ്രോഡ്സിലും നമ്മൾ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമ്മളൊരു വൈഡ് റേഞ്ചിലേക്ക് അത് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എനി ഹൗ, വീഡിയോ കണ്ടതിൽ സന്തോഷം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൽ കോൺടാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൈസിങ് ഞാനോ നമ്മുടെ ഓഫീസോ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.